ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വളരെ ക്യൂട്ടായിട്ടും ബിഗിനേഴ്സ് വരെ ചെയ്യാൻ പറ്റിയ ഒരു ബ്ലാങ്കറ്റ് ആയിട്ടാണ്. ഇങ്ങനെ ബോർഡറൊക്കെ അടിപൊളിയിൽ വേറെ കളർ കൊടുത്തിട്ട് ചെയ്യുക. ഇത് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് ചെയ്യാനായിട്ട് ഹോബി സ്റ്റോറത്തെ ഒരു ലാവൻഡർ ഷെയ്ഡുള്ള ഒരു ഇതാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് 6 പ്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 4 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ട് എത്ര സൈസിലാണോ ചെയ്യേണ്ടത് അത്രയും നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എത്ര മെഷർമെൻറ്റിലാണോ ചെയിൻ സ്റ്റിച്ച് ബ്ലാങ്കറ്റ് വേണ്ടത് അത്രയും മെഷർമെൻറ്റിൽ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഒരു 60 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ആ 60 സെൻറ്റിമീറ്റർ എത്തുന്ന വരെ നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ എനിക്കിവിടെ 60 സെൻറ്റിമീറ്റർ ആണ് ഈ ചെയിൻ സ്റ്റിച്ച് വേണ്ടത്, ബ്ലാങ്കറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 60 സെൻറ്റിമീറ്റർ എത്തുന്ന വരെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ ബ്ലാങ്കറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നിങ്ങൾ ബ്ലാങ്കറ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് yarn over ചെയ്യുക. 1 yarn over ചെയ്ത ശേഷം 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn over ചെയ്യുക, 2 ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഈ എൻഡ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലാങ്കറ്റ് ആണിത്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്ലാങ്കറ്റ് ആണ്. അപ്പോൾ നമ്മളിത് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ DC ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെ ഓരോ DC ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 60 സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ന്യൂ ബോൺ സൈസുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും ഇഞ്ച് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. ആ മെഷർമെൻറ്റ് നോക്കിയിട്ട് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ചെയ്യുന്നത് വിഡ്ത്ത് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ഇനി ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള ഈ ഒരു പാറ്റേൺ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ ഒരു ചെയിന് ബാക്കിയുണ്ട്. ആ ചെയിനിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 2 3 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യാം. ഈ 3 ചെയിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി yarn over ചെയ്യുക. താഴെ ചെയ്തിട്ടുള്ള സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിലും ഇതുപോലെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിങ്ങനെ ഓരോ അങ്ങനെ നമുക്ക് എല്ലാ ചെയിനിലും നേരത്തെ റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുമ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത്ത് വിഡ്ത്ത് നോക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് 3 ഇഞ്ചാണ് 4 ഇഞ്ചാണ് വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിനി 50 ഇഞ്ച് വിഡ്ത്ത് കിട്ടണം. ആ 50 ഇഞ്ച് വിഡ്ത്ത് കിട്ടണ വരെ നമ്മളിങ്ങനെ ഈ ഒരു റോ കംപ്ലീറ്റ് ആക്കുക, സെക്കൻഡ് റോ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് തേർഡ് റോ ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക, എന്നിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ സൈസ് എടുത്തിട്ടുള്ളത്
50 സെൻറ്റിമീറ്റർ വിടുത്തും അതുപോലെ 60 സെൻറ്റിമീറ്റർ ലെങ്ത്തും ആണ് വേണ്ടത്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ ആദ്യം എടുത്ത്, ഇപ്പോൾ ഇനി വിടുത്ത് ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ ആണോ വേണ്ടതെന്ന് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ അളന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ ആണോ കിട്ടേണ്ടതെന്ന് ഇങ്ങനെ അളന്ന് നോക്കിയാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ എനിക്ക് 50 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 40 കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കും. അപ്പോൾ എനിക്ക് മെഷർമെൻറ്റ് ഇവിടെ 48 വിടുത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 50 ആണ് വിടുത്ത് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ബോർഡറൊക്കെ ചെയ്യുമ്പോഴത്തേന് 50 വിടുത്ത് വരും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ബോർഡർ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ഇവിടെ ഒന്ന് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെയിം ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഏതാണോ ലാസ്റ്റ് റൗണ്ട്, ഇപ്പോൾ ഒരു കളർ തന്നെ ആകുമ്പോൾ ഈ കളർ തന്നെ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ 3-4 കളറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് റൗണ്ട് ഏത് കളർ കൊണ്ടാണോ ചെയ്ത് ആ കളർ കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ബോർഡർ ചെയ്യണം. ഈ ചെയ്യുന്ന ഈ ഒരു റോ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഭാഗമാണ്. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ വിടുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗമാണ് വിടുത്ത്. അപ്പോൾ ഈ ഭാഗം നമുക്കൊരു നീറ്റ് ഉണ്ടാവില്ല കാണാൻ. മറ്റേ ഭാഗം നമുക്കിങ്ങനെ കറക്റ്റ് ഒരു ഷേപ്പിൽ സ്റ്റിച്ചസ് കിട്ടും. ഇവിടെ നമുക്ക് അങ്ങനെ സ്റ്റിച്ചസ് കിട്ടൂല വിടുത്തിൻ്റെ ഭാഗം. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു ഫസ്റ്റ് ചെയിനിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്യില്ല, അവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൻ്റ് എടുക്കുക. എടുത്തിട്ട് ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ വരും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഒരു ഏതെങ്കിലും ഒരു കുറച്ച് സെൻറ്ററിലായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. അപ്പം നമുക്കൊരു ഗ്യാപ്പ് ഇല്ലാതെ കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഭാഗമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇട്ടിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്പേസ് വരും. അപ്പോൾ ഞാൻ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഗ്യാപ്പ് വരില്ല കണ്ടോ. പിന്നെ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഒരു ഭാഗം ഉണ്ടാവും, അതിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും വരുന്നത് ഈ ഒരു സ്പേസ് ഉള്ള ഭാഗമാണ്. അപ്പോൾ സ്പേസ് ഉള്ള ഭാഗത്തിൻ്റെ ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാതെ ഞാൻ ഈ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ കറക്റ്റിൽ കിട്ടും. പിന്നെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ വീണ്ടും ഈ ഒരു സ്പേസിലാണ്, ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാതെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പ് ഒറ്റ ലൂപ്പ് എടുത്താൽ മതി, ഒന്നായിട്ട് എടുക്കണ്ട, ഒരു ലൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ കണ്ടോ നമ്മളെ ബോർഡർ ഇങ്ങനെ നല്ല ഒരു നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ചെയ്യാത്ത ഭാഗവും കണ്ടോ, ചെയ്യാത്ത ഭാഗം കണ്ടോ ബോർഡർ ഇങ്ങനെ കിടക്കും. ഇത് കണ്ടോ ചെയ്ത ഭാഗം നമുക്ക് നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്പേസിലാണ്, അപ്പോൾ സ്പേസിലല്ല ഞാൻ ഈ ഒരു സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ബോർഡർ കിട്ടും, അല്ലെങ്കിൽ അധികം ഗ്യാപ്പ് ഇല്ലാതെ. പിന്നെ നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ആ സ്പേസിൽ എത്തുമ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ലൂപ്പ് എടുക്കുക. പിന്നെ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗത്തുമ്പോൾ അവിടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ. പിന്നെ ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ
സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കാണുന്നില്ലേ, അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഈ ഒരു ഗ്യാപ്പിലാണ് അപ്പം ഞാൻ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് സെൻറ്ററിലേക്ക് എടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കറക്റ്റ് മനസ്സിലാവില്ല. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ നല്ല വൃത്തിക്ക് സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ബോർഡർ ചെയ്യുന്നത്. ഈ റൗണ്ട് നമ്മൾ എപ്പോഴും ഏത് കളറാണോ നമ്മൾ യൂസ് ചെയ്തത് ആ സെയിം കളറ് യാണ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ബോർഡറിന് നമ്മൾ അടുത്ത റൗണ്ട് നമ്മൾ ഇനി എന്താ പറയുക, ഇത് മാറ്റി കൊടുക്കാം, ബോർഡറിന് വേറെ കളർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഈ ഒരു റൗണ്ട് ചെയ്യാതെ നിങ്ങൾ ബോർഡറിന് വേറൊരു കളർ ചെയ്യുമ്പോൾ ആ ഒരു ബോർഡറിൻ്റെ ഭാഗം ഒരു വൃത്തിയില്ലാതെ നിൽക്കും. ഈ ഒരു ഭാഗം ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ബോർഡർ ചെയ്യുന്നത് ഈ സ്റ്റിച്ചിലാണ്, ഈ ചെയിൻ സ്റ്റിച്ചിലാണ്. അപ്പോൾ നല്ല നീറ്റിൽ നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഇങ്ങനെ നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റിൽ ഒരു ഹാർട്ട് ഷേപ്പ് എങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്നൊരു അറിയിക്കാനുള്ള ഒരു മെസ്സേജ് പോലെ നിങ്ങളൊരു ഹാർട്ട് ഷേപ്പെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്നവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ഇത് ആവശ്യമുള്ള ഏതെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ മാക്സിമം എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ അധികം വീഡിയോസ് ചെയ്യാറ് എനിക്ക് ഇങ്ങനെ ഓർഡർ കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ ഓർഡറിനനുസരിച്ചിട്ടാണ്. ചില കമൻറ്റിൽ ഓരോ വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഓർഡർ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ എടുക്കുന്നതാണ്. വെറുതെ നമ്മളിങ്ങനെ ഈ ഒരു ചെയ്ത് വെക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഈ ക്രോഷ്യ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, കസ്റ്റമർ ഒരിക്കലും അത് വാങ്ങിക്കില്ല. നമ്മൾ ചെയ്ത് വെച്ചാൽ അത് അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രോഷ്യ ചെയ്യാൻ നമുക്ക് ഒരുപാട് പിന്നെ യാൺസിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ടൈം നമുക്കൊരു ബ്ലാങ്കറ്റൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അത്രയും ടൈം നമ്മളിതിന് ഇരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറ്, പൊതുവെ ഞാൻ വീഡിയോ എടുക്കാറ് എനിക്ക് എന്തെങ്കിലും ഓർഡർ വരുമ്പോൾ. പിന്നെ നമുക്ക് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യും. ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ 1-2 ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓർഡർ കിട്ടുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് കണ്ടോ, ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നല്ല നീറ്റുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, മറ്റേ ഭാഗവും ഈ ഭാഗവും തമ്മിലുള്ള ഡിഫറൻറ്റ് ഉണ്ടോ. മറ്റേ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യാത്തത് കൊണ്ട് ഇതിപ്പോൾ ഈ ഭാഗം നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ സിഗ്സാഗായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ബോർഡർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി നീറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡർ കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലാങ്കറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബോർഡർ നിങ്ങൾ സെയിം കളർ ആണോണ്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ഭാഗം ഫുൾ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അതിൽ നമ്മൾ 2 എണ്ണം കൂടി ചെയ്യുക. ടോട്ടൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 4 മൂലയിലും നമ്മളിങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യണം. അപ്പോഴേ നമ്മളെ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഈ എല്ലാ ചെയിൻ സ്റ്റിച്ചിലും നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സ്റ്റിച്ചിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചുറ്റിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് ഇത് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് ഈ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്ക്
3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്തു. 2 3 ലാസ്റ്റ് സ്റ്റിച്ചിൽ 4 കോർണറിലും നമ്മൾ 3 സ്റ്റിച്ച് വീതം ചെയ്യണം. എന്നാലേ നമുക്ക് വർക്ക് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ആണുള്ളത്. ആ സ്പേസിൽ ഞാൻ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഒരു ചെയിൻ പോലെ കാണുന്ന അവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ വി സ്റ്റിച്ച് അല്ല ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ ഒരു സിംഗിൾ ക്രോഷേ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിങ്ങനെ ചുറ്റും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ ക്രോഷേ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ക്രോഷേ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കേണ്ട, യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവുന്നുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സേക്കും കൂടി നമ്മൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസായിട്ട് എനിക്ക് ഇനിയും വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. അടുത്ത 3 ഭാഗത്തും 4 ഭാഗത്തും ഇതുപോലെ ചെയ്യുക. കോർണറിൽ എത്തുമ്പോൾ 4 കോർണറിൽ ഇപ്പോൾ ഈ ഒരു കോർണറിൽ ചെയ്ത പോലെ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു സ്പേസിലും 3 സിംഗിൾ ക്രോഷേ, ഈ ഒരു സ്പേസ് ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് ബോർഡർ കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ ചുറ്റിലും ഇങ്ങനെ ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തും ബോർഡർ ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ളതിൽ 4 ഭാഗത്തും ബോർഡർ ചെയ്തിട്ടുണ്ട്. ഈ കോർണറിൽ എത്തുമ്പോൾ ഒരു ചെയിനിൽ തന്നെ 3 സ്റ്റിച്ച് ചെയ്ത് കോർണർ ടേൺ ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. ഇന്ന ഭാഗമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അവിടെ നമുക്ക് ഏകദേശം ഈ ഒരു എൻഡിലാവരുത്, കുറച്ചങ്ങോട്ട് സെൻറ്ററിലേക്ക് ആക്കി എടുത്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8. ഞാനിവിടെ ഒരു ചെയിനിൽ തന്നെ 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 1 സ്റ്റിച്ച് സ്കിപ്പ് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ ഞാനോട് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിനിൽ തന്നെ 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ബോർഡർ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. 1 2 സെയിം സ്പേസിൽ തന്നെ 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 4 5 6 7 8. ഒരു സ്പേസിൽ തന്നെ 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ നമുക്ക് 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു എൻഡ് എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം.
എനിക്കായിട്ടാണ് ഈ ചോറ് വെക്കണ്ട കേട്ടോ. എന്താ നിങ്ങളെന്താ ചോറോണെങ്കിൽ പോവാ? ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച ചോറ് വെക്കണ്ട, എന്നാ ഫ്രിഡ്ജിലെക്കട്ടെ. നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. yarn over ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു 4 കോർണറിലും ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ ഒരു എൻഡ് എത്തുന്ന വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 8 ഡബിൾ ക്രോഷയാണ് നമ്മളൊരു സെയിം സ്പേസിൽ ചെയ്യുന്നത്. നമ്മൾ മുഴുവൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് 3 ചെയിനാണുള്ളത്. ആ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്യാം. അതിന് ശേഷം യാണിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ ബോർഡർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു നൂലും ഇപ്പം നമ്മൾ ലാസ്റ്റുള്ള ഈ ഒരു നൂലും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്ലാങ്കറ്റാണിത്. നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷേ സ്റ്റിച്ചും അതുപോലെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും മാത്രമാണ് ഈ ഒരു ബ്ലാങ്കറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാങ്കറ്റിൽ ഇനി നമുക്കൊരു ക്ലൗഡ് തുന്നിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലൗഡ് തുന്നുന്നതെന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലൗഡ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു ബ്ലാങ്കറ്റ് ചെയ്തതാണ്. ഈ ഒരു ബ്ലാങ്കറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലൗഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 പ്ലേ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ 8 പ്ലേ ആണ് ഇല്ലെങ്കിൽ 4 പ്ലേ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 8 പ്ലേ ആണ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 4 പ്ലേ ആണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ 8 പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 4 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഹുക്കിന് 2 ലൂപ്പ് കിട്ടും. ഞാനവ ചെയ്യുക ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 ഒരു സെയിം സ്പേസിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3rd സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു ലാസ്റ്റ് ചെയിനാണ്. ആ ലാസ്റ്റ് ചെയിനിൽ ഇവിടെ ഉള്ളൊരു ചെയിനാണ്. ആ ചെയിനിലും നമുക്ക് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ സെക്കൻഡ് 1 ചെയ്യുക. സെയിം തന്നെ 3rd 1 ചെയ്യുക. അങ്ങനെ ആ ഒരു ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി വർക്ക് ടേൺ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ 2
തേർഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മളെ വർക്ക് ഇങ്ങനെ ടേൺ ആയി വന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചെയിൻ 1 ചെയ്യാം. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചെയിൻ 1 ചെയ്ത സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ നമുക്ക് yarn over ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കിവിടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് അടുത്ത ചെയിനിൽ ചെയ്യുന്നത്. ഈ ഒരു ചെയിനിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. ഓൾറെഡി 1 ചെയ്തു. സെയിം തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിമിൽ തന്നെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നാലാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഒരു സ്റ്റിച്ചിൽ തന്നെ 5 എണ്ണം ചെയ്തു. ഇനി അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്തതിൽ നമുക്ക് ഇതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഇതിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ നമുക്ക് 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. വെച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കിവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലൗഡ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ക്ലൗഡ് വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ ക്യൂട്ടായിട്ട് ഞാനിപ്പോൾ ഈ ബ്ലാങ്കറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലൗഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. അപ്പോൾ നമുക്കിവിടെ ക്ലൗഡ് ഇങ്ങനെ നോക്കിയിട്ട് സ്പേസ് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം സാധാ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചുറ്റിലും തുന്നിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. ഇങ്ങനെ നമുക്ക് ക്ലൗഡൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ബോർഡറൊക്കെ വെച്ചിട്ട് നല്ല എല്ലാ കളേഴ്സിലും നമുക്കിത് ചെയ്തെടുക്കാം. ഈ ബോർഡറൊക്കെ നല്ല നീറ്റിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.